Mapac, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 9 മുതൽ 14 വരെ ഓണം വിപണന പ്രദർശനമേള സംഘടിപ്പിക്കും. അത്താണി അമല തിയേറ്ററിന് സമീപം നടത്തുന്ന പ്രദർശനമേള മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണം വിപണന പ്രദർശനമേള ഓർമ്മിക്കാൻ ഒരോണം എന്ന പേരിൽ അത്താണിയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്താണിയിൽ സെപ്റ്റംബർ മാസം 9 തീയതി മുതൽ 14 തീയതി വരെ ഓണത്തിൻ്റെ തലേ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു 6 ദിവസക്കാലത്തെ ഓണം വിപണന പ്രദർശനമേളയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം സംഘടിപ്പിക്കുന്നത്. ഓണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ദേശീയോത്സവമാണ്. നമ്മുടെ വ്യാപാരം തകൃതിയായി നടക്കുന്ന സന്ദർഭമാണ്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സന്ദർഭം കൂടിയാണ്. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പൊതു സമീപനം ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 42ഓളം സംരംഭങ്ങൾ ഇതുവരെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രാദേശിക സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് മുഖ്യമായും നമ്മൾ ഈ മേളയിൽ വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമായി എത്തിക്കുന്നത്. അതുകൂടാതെ ഓണം എന്നുള്ളത് കൊണ്ട് തന്നെ ചില കൈത്തറി ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ, ഒരു കാർഷികോത്സവം കൂടിയാണ് ഓണം എന്നുള്ളത് കൊണ്ട് ജൈവ പച്ചക്കറി, അതുപോലെ വിത്തുകളും പച്ചക്കറി തൈകളും ജൈവ വളങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സ്റ്റാളുകൾ, ഇങ്ങനെ അതുപോലെ പരമ്പരാഗത കൈത്തൊഴിൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നവരുടെ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ ഒരു മേളയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രാദേശിക സംരംഭകരുടെ ഉത്പന്നങ്ങളും പരമ്പരാഗത കൈത്തൊഴിലുകാരുടെ ഉത്പന്നങ്ങളും വിവിധ സ്റ്റാളുകളിൽ ലഭ്യമാകും. കൂടാതെ കൈത്തറി ഉത്പന്നങ്ങൾ, ജൈവ പച്ചക്കറികൾ, വിത്തുകളും തൈകളും തുടങ്ങിയവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഇനം സ്റ്റാളുകളോടൊപ്പം ദിവസേന കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മേളയുടെ ഭാഗമായി നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളും സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 10 തീയതി നമ്മൾ തുടങ്ങുന്നതിൻ്റെ പിറ്റേ ദിവസം 10 തീയതി വൈകിട്ട് 4 മണി മുതൽ നമ്മുടെ അംഗനവാടി പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിക്കുക. ബഹുമാനായ അങ്കമാലി MLA റോജി എം ജോണാണ് അംഗൻവാടി പ്രവർത്തകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ഓണവില്ല് എന്ന പേരിലാണ് ആ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. അന്ന് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂർത്തയുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പിറ്റേ ദിവസം ശ്രാവണ സന്ധ്യ എന്ന പേരിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹനാൻ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. അന്ന് ബാംബു കോർപ്പറേഷൻ്റെ ചെയർമാൻ ബഹുമാനായ ശ്രീ TK മോഹനൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അതിനുശേഷം അവിടെ നമ്മുടെ പ്രാദേശികമായ കലാസമിതികളുടെ കൈകൊട്ടിക്കളി ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പഞ്ചവാദ്യം, RLB അഖിലാൻ പാർട്ടി അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം അന്ന് വൈകിട്ട് ആ സംഗമത്തിന് ശേഷം നടക്കും. ആരോഗ്യ പ്രവർത്തകരുടെയും അംഗൻവാടി പ്രവർത്തകരുടെയും സംഗമം എന്ന് പറഞ്ഞാൽ അവരുടെ കലാപ്രകടനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സംഗമം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് മേള ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് അധ്യക്ഷത വഹിക്കും. ആലുവ MLA അൻവർ സാദത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിലെ പരിപാടികൾ MLA റോജി എം ജോൺ, ബെന്നി ബെഹനാൻ MP, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, അൻവർ സാദത്ത് MLA, സമാപന ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ഉദ്ഘാടനം ചെയ്യും. മേളയുടെ ഉദ്ഘാടനം 9 തീയതി വൈകിട്ട് 5 മണിക്ക് ബഹുമാനായ കേരളത്തിൻ്റെ വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും.
ബഹുമാനായ ആലുവ MLA അൻവർ സാദത്ത് അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗ്രാമപഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ ആരാധ്യരായ ബഹുമാനരായ ജനപ്രതിനിധികൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ സാമൂഹ്യ കലാരംഗത്തുള്ളവർ തുടങ്ങിയവർ മേളയുടെ ഭാഗമാകും. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ്, വൈസ് പ്രസിഡന്റ് താര സജീവ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷബീർ അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആനി കുഞ്ഞുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദിൽ